ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെനീസ് വേൾഡ്. ഇന്ന് മാങ്ങ കൊണ്ടൊരു സ്വീറ്റ് ഉണ്ടാക്കി നോക്കാം. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാർ ഒരുപാട് മാങ്ങ കിട്ടണ സമയത്ത് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സ്വീറ്റാണിത്. ഇതാണ് ആ സ്വീറ്റ്. ഇതിനെ നമ്മൾ മലയാളികൾ മാങ്ങാ തെരയെന്നും നോർത്ത് സൈഡില് ആം പപ്പഡ്, സ്വീറ്റ് മാംഗോ പപ്പഡ് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് ചോക്ലേറ്റിന് പകരം മാംഗോ ക്യാൻഡി ആയിട്ടും കൊടുക്കാറുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുമെന്നും ഇതിന് എന്തൊക്കെ വേണമെന്നും ഒന്ന് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ നല്ല പഴുത്ത 2 ചെറിയ മാങ്ങ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 3 വലിയ സ്പൂൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. മാങ്ങയുടെ സ്വീറ്റ്നെസ്സിനനുസരിച്ചും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചും പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഈ മാങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുവാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഷുഗറും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇതിപ്പോ നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല കട്ടിയായിട്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് പാനിലേക്ക് മാറ്റാം. ഇതിപ്പോ പാനിലേക്ക് മാറ്റുവാണ്. ഇതിനിപ്പോ ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കാതെ ഇതിലെ വെള്ളം ഉള്ളത് ഫുള്ള് വറ്റിയെടുക്കണം. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പം മാങ്ങയുടെ കളറിന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഈ ഹൽവയുടെ ഒരു പരുവത്തിന് നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് നാള് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. പിന്നെ ചില ആളുകളൊക്കെ ഇതിൽ ലെമണിൻ്റെ ജ്യൂസും അതുപോലെ തന്നെ ഏലക്കയുടെ പൊടിയും ചേർക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഏലക്കയുടെ പൊടി ചേർത്ത് കഴിഞ്ഞാൽ മാങ്ങയുടെ ആ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഞാനത് ചേർക്കാറില്ല. മാങ്ങയും പഞ്ചസാരയും മാത്രമാണെന്നുണ്ടെങ്കിൽ അതേ ഒരു ഫ്ലേവറിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് പിന്നെ 2 തരത്തിൽ ഉണ്ടാക്കും. മിക്സിയിൽ അടിച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് സെറ്റ് ചെയ്യും. അതല്ലാതെ ഇപ്പം ഈ കാണിക്കുന്ന രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫ്ലെയിം തീരെ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ പണ്ടൊക്കെ ഇത് ഇങ്ങനെയൊന്നുമല്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ പായൽ, നമ്മുടെ തഴപ്പായില്ലേ, അതിൽ തേച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു രീതി നോക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കുറച്ച് നല്ല കട്ടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ആക്കിയെടുത്താണ്. ഇനിയിപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി സെറ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതുപോലൊരു പ്ലേറ്റ് എടുക്കാം. പിന്നെ കുറച്ച് നെയ്യും ഈ പ്ലേറ്റിൽ ഈ നെയ്യ് ഇട്ടിട്ട് നമുക്കൊന്ന് പുരട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഉള്ള നെയ്യ് എടുത്താൽ മതി, തീരെ കുറച്ചെടുത്താൽ മതി. ഇതിങ്ങനെ ഫുള്ളായിട്ട് പുരട്ടിയെടുക്കാം. എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇങ്ങനെ പുരട്ടിയെടുക്കാം. ഇപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പം മാങ്ങ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഈ സ്പൂണിൻ്റെ പുറത്ത് ഇങ്ങനെ നെയ്യ് ഇച്ചിരി തൂത്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ ഇതുപോലെ ഈ പ്ലേറ്റിൽ ഫുള്ളായിട്ട് നമ്മൾ പരത്തി കൊടുക്കണം. നന്നായിട്ടിത് പരത്തി കൊടുക്കാം. ഇത് പ്ലേറ്റിൽ മുഴുവനാകുന്ന രീതിയിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് 2 ദിവസം നന്നായിട്ട്, നല്ല വെയിൽ കിട്ടുവാണെങ്കിൽ 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. ഇപ്പൊ ഇവിടെ വെയിലില്ലാത്തത് കൊണ്ട്
ഞാനിവിടെ മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് 2-3 ദിവസം, ഒരു 3-4 ദിവസം എടുത്തു ഫാനിന്റെ അടിയിൽ വെച്ചിട്ടാണ് ഉണക്കിയെടുത്തത്. ഇത് ഇപ്പോൾ ഫുള്ള് നന്നായിട്ട് ഒരുപോലെ എല്ലായിടത്തും ആയിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം, നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് റെഫ്രിജറേറ്ററിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഒരു 3-4 മാസമൊക്കെ കേടുകൂടാതിരിക്കും. നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്തൊക്കെ ഇതൊരു ക്യാൻഡി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മാങ്ങാത്തരയാണിത്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാനും പറ്റും. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാനും വയ്യ, അല്ലെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് കഴിക്കണമെന്നും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഓപ്ഷൻ ഓൺലൈനിൽ തന്നെ നമുക്ക് ഇത് കിട്ടും. ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ വാങ്ങി കഴിക്കുകയോ ചെയ്യണം. ഞാൻ അതുപോലെ ആക്കിയിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. കുറച്ച് വെയിലൊക്കെ കിട്ടിയുള്ളൂ. പിന്നെ ഫാനിന്റെ ചുവട്ടിൽ വെച്ച് ഉണക്കിയെടുത്ത ക്യാൻഡി ആയിട്ടത്. ഇത് നമുക്ക് നല്ല ക്യാൻഡി പോലെ കിട്ടും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെ എല്ലാവരും വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ബൈ ബൈ.